കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറവൂർ മാർക്കറ്റ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും അംഗങ്ങളുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ അവാർഡ് ദാനവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 3600 യൂണിറ്റുകൾ കേരളത്തിൽ 14 ജില്ലകളിൽ. എറണാകുളത്ത് 257 യൂണിറ്റുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഏത് ഗ്രാമത്തിൽ ചെന്നാലും വലിയൊരു ശക്തിയാണ് വ്യാപാരത്തിൽ. സ്വയം ഒരു ആത്മബലം ഉണ്ടെങ്കിൽ വലിയൊരു ശക്തിയാണ്. ഇന്ന് ഞാനൊന്നിലും പെടാത്ത ഒരാളാണ്, ഞാനൊരു മഹാഭാവമാണ് വിചാരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് KB മോഹനൻ അധ്യക്ഷനായി. നമുക്കെതിരാണ്, ഏത് വിധത്തിൽ നോക്കിയാലും രക്ഷയില്ല. വ്യാപാരം തുടങ്ങാനുള്ള ഡിയാൻഡോ ലൈസൻസ് എടുക്കാനായിട്ട് മുനിസിപ്പൽ ഓഫീസിൽ പോയാൽ മുതൽ 100 തവണ കയറിയിറങ്ങാലും നേരെയാവില്ല. ചോദിക്കണത് കേൾക്കുമ്പോഴും പറയുന്നത് കേൾക്കുമ്പോഴും ലജ്ജ തോന്നുകയാണ്. നമ്മുടെ നാടിനെ ഓർത്ത് ലജ്ജ തോന്നുകയാണ്. ഹരിതകർമ്മസേന എന്നൊരു കർമ്മസേന ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ അത് വീടുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ തുടങ്ങി 50 രൂപ ഈടാക്കിക്കൊണ്ട് അതിന് തുടക്കം കുറിച്ചു. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി വ്യാപാര കേന്ദ്രങ്ങളിൽ ഇത് ശേഖരിക്കാൻ വേണ്ടി വന്നാൽ ഇല്ലെങ്കിൽ പോലും കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ ലൈസൻസ് തരില്ലെന്ന് പറയണം. ഞാൻ ഇന്നാൾ ചോദിച്ചു ഒരു ആളോട്, ഈടാ ഇരുമ്പ് കടയ്ക്ക് എന്തെന്നാ പ്ലാസ്റ്റിക്? നമ്മുടെ ഒരു ഇരുമ്പ് കടയുണ്ട്, അയാൾ ചെന്നപ്പോൾ പറയാം 12 മാസത്തെ 1200 അടയ്ക്കണം എന്നാണ്. ഞാൻ ചിരിച്ചു, ഞാൻ ഇതുവരെ അടച്ചിട്ടില്ല കേട്ടോ, എനിക്ക് ലൈസൻസ് ഉണ്ടാവില്ലേക്കുമല്ലോ, എന്നെ പിടിച്ചുകൊണ്ടിരുത്ത്. ഏതായാലും കുറച്ച് ആളൊക്കെ ജയിലിൽ കിടക്കാൻ കുഴപ്പമൊന്നുമില്ല. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 13 സമരത്തിന് മുമ്പായി 2023 ഡിസംബറിൽ ഇറക്കിയ, നേരത്തെ മോഹൻചേട്ടൻ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആരൊക്കെ എന്തൊക്കെ ഉത്തരവ് ഇറക്കുന്നു എങ്ങനെ എന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാലഘട്ടത്തിൽ ഒരു നിയമം കൊണ്ടുവന്ന് 3 വേസ്റ്റ് ബിന്ന് വെക്കണമെന്നും. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? ആകെ തന്നെ കടയുടെ അകത്ത് കയറാൻ ആരും സ്ഥലമില്ലാത്തടത്ത് വേസ്റ്റ് ബിന്ന് അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കട തുറന്ന് വരാന്തയിലേക്ക് സാധനം ഇറക്കി വെച്ചിട്ട് വേണം നമ്മുടെ സ്റ്റൂളും ഇരിക്കാൻ. അതല്ലേ സ്ഥിതി? ഞങ്ങളോടാണ് സെക്രട്ടറിയുടെ വേസ്റ്റ് ബിന്ന്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, സർക്കാർ പറഞ്ഞതാണ്. ആ സർക്കാർ പറഞ്ഞത് 3 തരത്തിലുള്ള വേസ്റ്റ് ബിന്ന് നിങ്ങൾ വെക്കണം. 1 ജൈവ മാലിന്യം നിക്ഷേപിക്കാൻ, 2 അജൈവ മാലിന്യം നിക്ഷേപിക്കാൻ, 3-മത്തത് അപകടകരമായ മാലിന്യം നിക്ഷേപിക്കാൻ. എന്താ അപകടകരമായ മാലിന്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ വേസ്റ്റ് അടക്കമുള്ള സാധനങ്ങളാണ്. അതിൽ 2-മത്തെ വരിയിൽ എഴുതിയിട്ടുണ്ട് അത് ആർക്കൊക്കെ വേണ്ടിയാണെന്നുള്ളത്. ആർക്കൊക്കെ വേണ്ടിയാണെന്ന് ചോദിച്ചാൽ 1 എൻ്റെ ജീവനക്കാർക്ക്, 2-മത്തത് എൻ്റെ ഉപഭോക്താക്കൾക്ക്, 3-മത്തത് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്നാണ്. എന്തായിരിക്കും പറവൂർ മാർക്കറ്റിനകത്ത് പൊതുജനങ്ങളുടെ സ്ഥാപനത്തിൽ മാലിന്യം സ്വീകരിക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ എത്ര പേർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? ജനറൽ സെക്രട്ടറി TD റീജൻ സ്വാഗതം പറഞ്ഞു. പറവൂർ മർച്ചന്റ്സ് അസോസിയേഷൻ, അത് മാർക്കറ്റ് യൂണിറ്റ്, അത് നമ്മുടെ പൂർവികന്മാരായിട്ട് തുടങ്ങി വെച്ചു. അതിൻ്റെ തുടർച്ചക്കാരായിട്ട് നമ്മൾ അത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സംഘടനയെ സംബന്ധിച്ചുണ്ടെങ്കിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. നമ്മൾ മുൻകാലങ്ങളിൽ പറയാതെ കച്ചവടമില്ല, കച്ചവടം കുറവാണ്. അത് ഇപ്പോഴും പല വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് വ്യാപാര മേഖല തുടച്ചു നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം കടന്നുപോയിരിക്കുന്നത്. സെക്രട്ടറി PJ ജോയി കൃതജ്ഞതയും രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KB മോഹനൻ, ജനറൽ സെക്രട്ടറി TD റീജൻ, ട്രഷറർ KB ഹാരിഷ്, സെക്രട്ടറി VJ ജോയി എന്നിവരെ തെരഞ്ഞെടുത്തു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.